ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജേഷ്. നാച്ചീസ് കിച്ചൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ ചീരത്തോട്ടത്തിലാണ്. നമുക്കിന്ന് ചീരയുടെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഇത് നമ്മുടെ നാച്ചുറൽ ബീസിൻ്റെ നമ്മുടെ വീടിൻ്റെ തന്നെ അടുത്തുള്ള തോട്ടമാണ്. നമ്മൾ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ചീരകൾ സാധാരണ ഇതിൽ പല ടൈപ്പ് ചീര ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പാലക് ചീരയുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ഈ പച്ചച്ചീരയുണ്ട്. പച്ചച്ചീര കുറച്ച് ടേസ്റ്റൊക്കെ ആണ്, പക്ഷേ എപ്പോഴും പറയും ഈ ചുവന്ന ചീരയാണ് എപ്പോഴും നല്ല ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ളതെന്ന് പറയും. ചീരയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ അയണും അതേപോലെ കാൽസ്യമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ അയൺ കണ്ടൻറ്റ് കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അവന് വിളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ചീര. സാധാരണ ഇതിൽ നമുക്കൊരു 25 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചീര കട്ട് ചെയ്യട്ടാ. ഇതിപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 45 ദിവസമായി ചീര. നമുക്കിപ്പോൾ അറിയാലോ, നമ്മൾ ദുബായിൽ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് ഇപ്പോൾ സാധനം കയറി പോകണില്ല. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കുറച്ചധികം വലുതായിട്ട് നിൽക്കണേ. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കട്ട് ചെയ്ത് തീർക്കണം നമുക്ക്. ഇത് മാക്സിമം ഇതാണ്. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് പൂവൊക്കെ ആയി തുടങ്ങി. നമുക്കിപ്പോൾ ഒരു 70-75 കെട്ട് വെച്ച് നമ്മൾ ഡെയിലി വിടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 300 കെട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ കഴിയാറായ നമ്മുടെ തോട്ടമാണ്. അതേമാതിരി ചീരയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദഹനത്തിനല്ലേ, ദഹനത്തിനൊക്കെ പറ്റിയ നല്ലതാണ്. അത് നമുക്ക് ഈ ചീരയ്ക്ക് ഈ ഗ്ലൈസമിക് ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന ഒരു ആഹാരപദാർത്ഥം തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണ് ചീര കഴിക്കുന്നത്. അതേമാതിരി കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ നല്ലതാണ്. ഫൈബർ കണ്ടൻ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. നമുക്ക് വയറിന് കംപ്ലൈൻ്റ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരാഴ്ചയിലൊരു ഏറ്റവും കുറഞ്ഞ 2 ദിവസത്തെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭവമുണ്ട് നമുക്ക് ചീര. അപ്പോൾ നമുക്ക് ചീരയുടെ ഒരു ചെറിയൊരു വിഭവത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ചീര വെച്ചിട്ട് ഒരു ചീര മുട്ടത്തോരൻ ഉണ്ടാക്കാം. അപ്പം അതിനിപ്പോൾ നമ്മൾ ചീരയൊക്കെ കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മളുടെ ചെറുള്ളി ചെറുതായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടി ഇതിൽ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും നമ്മളിതിൽ ഇടുന്നില്ല. നമ്മൾ ചീരയുടെ തണ്ടരിഞ്ഞതാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേവുള്ള കാരണം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം. നമ്മുടെ തണ്ടിട്ടത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ട ഇടയാം. അത് മുട്ട ഇടുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇത് മാറ്റി അതിൻ്റെ നടുക്കിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ടയിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ മുട്ട പകുതി ഒരു മുട്ടയുടെ ഒരു വേവാകുമ്പോൾ നമുക്കിതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചീര മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചീരത്തോരൻ റെഡിയുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. എപ്പോഴും നമ്മുടെ ചീരത്തോരനൊക്കെ ഇങ്ങനെ ചൂട്ടോടു കൂടി കഴിക്കാനായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇതല്ലേ നമ്മൾ സാധാരണ ഇപ്പം എൻ്റെ വീട്ടിലായാൽ പോലും എൻ്റെ മക്കളാരും കഴിക്കില്ല ചീര. ഇപ്പോൾ ഈ മുട്ട ഇതേമാതിരി 2 മുട്ട പിടിച്ച് വെച്ചിട്ട് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ ഈ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് എപ്പോഴും നല്ലത് ഇങ്ങനെ മുട്ട ഇട്ടിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്.